39-ാം വയസ്സിൽ ജീവിതം അവസാനിച്ച വീരശൂര പരാക്രമിയുടെ സ്മാരകം. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴയാണ് ഇതുവരെ തോർന്നിട്ടില്ല. തൂത്തുക്കുടി ജില്ലയിലുള്ള പാഞ്ചാലക്കുറിച്ചിയിലേക്ക്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പ്രയാണത്തിലേക്ക് സ്വാഗതം. ഊമൈത്തുരെ തോരണവായിൽ. നമ്മുടെ നാട്ടിൽ കമാനമെന്നും ആർച്ചു എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ തമിഴ് പേരാണ് തോരണവായിൽ. പാഞ്ചാലക്കുറിച്ചിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ സഹോദരനാണ് ബ്രിട്ടീഷുകാർ ജയിലിലടച്ച ഊമത്തുരൈ. വെള്ളയത്തേവൻ തോരണവായിൽ. പൊന്നിയിൻ സെൽവൻ സിനിമ കണ്ടിട്ടുള്ളവർക്ക് വെള്ളയത്തേവൻ ആരെന്ന് മനസ്സിലാകും. വീരശക്കമ്മാൾ തോരണവായിൽ. തിരുനെൽവേലി ശിവകാശി ഭാഗത്തുള്ള കമ്മാളന്മാരുടെ കുലദൈവമാണ് വീരശക്കമ്മാൾ എന്ന ദേവി. ശിവകാശിയിൽ പ്രത്യേക ക്ഷേത്രവുമുണ്ട്. ദൂരക്കാഴ്ചയിൽ കാണുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ സ്മാരകമാണ്. തമിഴ്നാട് ഗവൺമെൻറ് നിർമ്മിച്ചത്. ആർക്കിയോളജിക്കൽ സർവേയുടെ നിയന്ത്രണത്തിലുള്ള ബ്രിട്ടീഷുകാരാൽ തകർക്കപ്പെട്ട പഴയ കോട്ടയുടെ സമീപത്തായി തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച് മുഖ്യമന്ത്രി എം കരുണാനിധി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്ത കോട്ടയുടെ മാതൃക എന്ന് പറയാം. താഴെ നിന്ന് നോക്കിയാൽ 4 ഭാഗവും ഒരുപോലെ ഇരിക്കുന്ന ഒരു കോട്ട. മുകളിലത്തെ നിലയിൽ നോക്കി വേണം ഓരോ ഭാഗത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ. പാഞ്ചാലക്കുറിച്ചി ഇന്ന് തൂത്തുക്കുടി ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമം. 1760 ജനുവരി 3-ന് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ജനിച്ച സ്ഥലം. 30-ാം വയസ്സിൽ ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കുന്ന സ്വന്തമായി സൈന്യമുണ്ടായിരുന്ന ഒരു നാട്ടുരാജാവ്. 1790-ലാണ് പാഞ്ചാലക്കുറിച്ചിയുടെ പാളയത്താരായി ഈ അധികാരം ഏറ്റെടുത്തത്. സൈനിക മേധാവികളായി നിയമിക്കപ്പെട്ട സമാന്തര പ്രഭുക്കന്മാരായിരുന്നു ഇവർ. 1795-ൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതിൽ എല്ലാ പാളയത്താറുകളും അവരുടെ കോട്ടകളെ നശിപ്പിച്ച് ആയുധങ്ങളെല്ലാം കൈമാറ്റം ചെയ്ത് എല്ലാ നികുതികളും കുടിശ്ശികയില്ലാതെ അടച്ചു തീർക്കാൻ പറഞ്ഞിരുന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഉൾപ്പെടെ സമാന അധികാരമുള്ളവർ ഇതിനെ എതിർത്തു. 1798-ൽ ബ്രിട്ടീഷ് കളക്ടർ ജാക്സണും കട്ടബൊമ്മനും ഒരു സന്ധി സംഭാഷണം പുതുക്കോട്ടയിൽ നടത്തുന്നു. ഈ ചർച്ചയുടെ അവസാനം കട്ടബൊമ്മൻ കളക്ടർ ജാക്സണെയും കൂടെയുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെയും വധിക്കുന്നു. ഏകദേശം ഒരു വർഷം 1799-ൽ മേജർ ബാനർമാൻ എന്ന ബ്രിട്ടീഷ് ആർമി ഓഫീസറുടെ നേതൃത്വത്തിൽ പാഞ്ചാലക്കുറിച്ചിയും കട്ടബൊമ്മൻ്റെ കോട്ടയും ആക്രമിക്കപ്പെടുന്നു. ആദ്യ ദിനം കട്ടബൊമ്മനും സൈന്യവും വിജയിച്ചുവെങ്കിലും അടുത്ത ദിവസം പീരങ്കി യുദ്ധത്തിൽ കട്ടബൊമ്മൻ്റെ കോട്ട നശിപ്പിക്കപ്പെടുകയും കട്ടബൊമ്മൻ ഒളിവിൽ പോവുകയും ചെയ്തു. പുതുക്കോട്ടയിലെ രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ കട്ടബൊമ്മൻ്റെ കൂടെ യുദ്ധം ചെയ്ത വിജയ രഘുനാഥ തൊണ്ടൈമാൻ നിലനിൽപ്പനായി കൂറുമാറി കട്ടബൊമ്മനെ പിടിക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ചു. 1974-ൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത കട്ടബൊമ്മൻ്റെ ശിലാസ്മാരകം. നിങ്ങളിപ്പോൾ കാണുന്നത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ മരണം വരെയുള്ള പ്രധാന ജീവിത സംഭവങ്ങളെ ആധാരമാക്കിയുള്ള ചുവർച്ചിത്രങ്ങളാണ്.
കട്ടബൊമ്മന് കാലം ഓർത്തു വയ്ക്കുന്ന ഒരു സ്മാരകമില്ലായിരുന്നു. 1959 വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന തമിഴ് സിനിമ റിലീസായതിനു ശേഷം അതിലെ നായകനായിരുന്ന സിനിമാ നടൻ ശിവാജി ഗണേശൻ കട്ടബൊമ്മനെ തൂക്കിക്കൊന്ന ഈ സ്ഥലം വാങ്ങിക്കുകയും ഈ മണിമന്ദിരം സ്മാരകം ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. തമിഴ്നാട് വിനോദസഞ്ചാര വകുപ്പിൻ്റെ കയ്യിലുള്ള ഈ സ്മാരകം ഇന്ന് ഞാൻ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഏതോ സാങ്കേതികത പറഞ്ഞ് തുറന്നിരുന്നില്ല. ഈ സ്മാരകത്തിൻ്റെ സ്ഥലത്ത് വെച്ചാണ് മേജർ ബാനർമാൻ കട്ടബൊമ്മനെ കള്ളവിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുവാൻ വിധിച്ചത്. 1799 ഒക്ടോബർ 16 കട്ടബൊമ്മനെ ചാമക്കയറിൽ പുളിമരത്തിൽ തൂക്കി കൊലപ്പെടുത്തിയ സ്ഥലം ഇവിടെയാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ സ്മാരകങ്ങളിലെ കാഴ്ചകളും വിവരണങ്ങളും എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.